ഒരു ആചാര്യന് വേണ്ട ഗുണങ്ങൾ എന്താണ് ഭഗവാനെ? ആചാര്യന് വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക? ഓരോ സന്ദർഭത്തിലും ഏത് ശാസ്ത്രശാഖയിലെ ആചാര്യനാണോ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ വിഭിന്നമായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ അസ്ത്രവിദ്യയിൽ ആചാര്യനാണെങ്കിൽ അസ്ത്രപ്രയോഗ കൗശലം സാധകനിലേക്ക് ശിഷ്യനിലേക്ക് നൽകുന്നതാണ് അയാളുടെ ആചാര്യത്വം. ഒരു ഭാഷാവിജ്ഞാനീയത്തിൻ്റെ ആചാര്യനാണെങ്കിൽ ആ ഭാഷയുടെ ഹൃദയം ശിഷ്യനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുന്നിടത്താണ് അയാളുടെ ആചാര്യത്വം. അതുകൊണ്ട് പ്രതിശാസ്ത്രം ആചാര്യലക്ഷണം വിഭിന്നമാണ്. അപ്പോൾ എല്ലാത്തിലും യോജിക്കുന്ന വല്ല നിർവചനവും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 3 ലക്ഷണങ്ങൾ ആചാര്യനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. 3 ലക്ഷണങ്ങൾ. ഒന്നാമത്തത് ആചിനോതി ശാസ്ത്രാണീത്യാചാര്യ. 2 സ്വയമേവ ആചരത്തെ ഇതി ആചാര്യ. 3 അന്യാൻ ആചാരേ സ്ഥാപയതി ഇതി ആചാര്യ. ഈ 3 ലക്ഷണങ്ങളാണ്. ഇതെല്ലാ ആചാര്യനും വേണ്ടതാണ്. ആചാര്യനാണെങ്കിൽ ഇത് 3 ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രശാഖയ്ക്കനുസരിച്ച് അതിൻ്റെ വിശദീകരണം മാറും. ഒന്നാമതായിട്ട് അനേക ശാസ്ത്രങ്ങളെ സഞ്ചയിച്ചവനാണ് ആചാര്യൻ. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു സൂചിയോ ഒരു പിന്നോ ഒരു കത്തിയോ ഒരു നൂലോ ഒരു തുള്ളി വിഷമോ എന്തെങ്കിലും മതിയാവും. സ്വയം ശരീരം കൊല്ലണമെങ്കിൽ. എന്നാൽ വേറൊരാളെ കൊല്ലണമെങ്കിലോ, അത് പ്രബലനാണെങ്കിലോ, ഒരു സൂചിയും കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ? ഒരു കത്തിയും കൊണ്ടുപോയിട്ട് ഒരാളെ കൊല്ലാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ കത്തി വാങ്ങി തിരിച്ചു കുത്തിയാൽ ചത്തുപോകും. അപ്പോൾ അവിടെ കയറ് വേണം, ബലശാലികളായ ആൾക്കാർ വേണം, ആയുധങ്ങൾ വേണം, പലത് വേണം. ഇതുപോലെ സ്വയം ബോധത്തിന് അനേക ശാസ്ത്രമൊന്നും വേണ്ട. സ്വയം ബോധത്തിന് അനേക ശാസ്ത്രമൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടിയാൽ മതി. എന്നാൽ മറ്റൊരാളെ ബോധിപ്പിക്കണമെങ്കിൽ യുക്തിപൂർവം അനേക തലങ്ങളിലിരുന്ന് ചിന്തിക്കാനും അയാളുടെ യുക്തിതലത്തിനനുസരിച്ച് മറുപടി നൽകാനും അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എല്ലാം കഴിയണം. അപ്പോൾ അനേക ശാസ്ത്രങ്ങൾ കയ്യിൽ വേണം. 10 ഉള്ളിലുണ്ടെങ്കിലേ ഒന്ന് പുറത്തെടുക്കാൻ പാടുള്ളൂ. നമ്മളാകെ ഒന്നേ ഉള്ളൂ, അതും പുറത്തെടുത്താൽ ശരിയാവുമോ? ആകെ ഒരു വെടിക്കേ പറ്റുള്ളൂ, ഒറ്റ വെടി. അപ്പോൾ ഒരു വെടിയാവുമ്പോൾ എന്താ വെച്ചാൽ ഒരു പരിപാടിയിൽ ഉഷാറാവും, പിന്നെ ശരിയാവില്ല. പിന്നെ ഇത് തന്നെയാണല്ലോ ഇപ്പോൾ ഇന്നലെയും പറഞ്ഞത്, ഇത് തന്നെയാണല്ലോ മിഞ്ഞാന്നും പറഞ്ഞത്. ആകെ ഒരു വെടിക്കുള്ള സാധനം ഉണ്ടാവും. അതാണ് പ്രശ്നം വരിക. മറ്റേ ആചാരം എന്താ വെച്ചാൽ 10 വെടിക്കുള്ള മരുന്നുണ്ടാവും, ഒന്നേ പുറത്തെടുക്കുള്ളൂ. മറ്റേ വേണ്ടി വന്നാൽ രണ്ടാമത്തെ എടുക്കും, അത്യാവശ്യമായിട്ട് വേണ്ടി വന്നാൽ മാത്രമേ മൂന്നാമത്തെ എടുക്കുള്ളൂ. 5 അപ്പുറത്തേക്ക് പോകേണ്ടി വരില്ല. അതാണ് ആചിനോതി ശാസ്ത്രാണി. 2 സ്വയമേവ ആചരത്തെ. സ്വയം ആചരിക്കുന്നു. താൻ പറയുന്നത് സ്വയം ആചരിക്കുന്നു. ശിഷ്യൻ്റെ മുമ്പിൽ ആചരിച്ച് കാണിക്കുന്നു. ഞാനീ പറയുന്നതുമായിട്ട് എൻ്റെ ജീവിതത്തിന് യാതൊരു ബന്ധവും ഗന്ധവും ഇല്ല വെച്ചാൽ ശിഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് ശിഷ്യൻ്റെ മുമ്പിൽ സ്വയം ആചരിക്കുന്നു. 3 അതിലൂടെ ആചാരേ സ്ഥാപയതി, ശിഷ്യനെ ആചരിപ്പിക്കുന്നു. അല്ലാണ്ട് നിർബന്ധം കൊണ്ടോ വഴക്ക് പറഞ്ഞിട്ടോ കണ്ണുരുട്ടിയിട്ടോ അല്ല ആചരിപ്പിക്കുക. പിന്നെയോ സ്വന്തം ആചരിച്ച് കാണിച്ചു കൊടുക്കും. നമ്മൾ ഗുരുനാഥന്മാരുടെ കൂടെ താമസിക്കുമ്പോൾ നമ്മൾ അവർ പറയുന്നതല്ല കൂടുതൽ കേൾക്കുക, അവർ ചെയ്യുന്നത് കണ്ടു പഠിക്കുക ചെയ്യുക. അങ്ങനെയാണ് സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സമ്പ്രദായങ്ങളൊന്നും തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. ഇപ്പം നമ്മളെക്കാൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം ഗുരുനാഥൻ പറഞ്ഞു തരികയല്ല ചെയ്യുക. ഗുരുനാഥൻ തന്നേക്കാൾ മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്.
അങ്ങനെ ആചരിക്കുന്നതിലൂടെ ആചരിപ്പിക്കുന്ന അനേക ശാസ്ത്ര സഞ്ചയനം ചെയ്തിട്ടുള്ള ആളായിരിക്കും ആചാര്യൻ. ഈ ലക്ഷണം എല്ലാ ശാസ്ത്രങ്ങളിലും ഒന്ന് തന്നെയാണ്. അല്ലാതെ നമുക്ക് പറയാൻ വയ്യ, കാരണം വിഭിന്നമാണ് എന്നതുകൊണ്ട്.